അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത്. ഇതിനുവേണ്ടി ഏകദേശം 6 ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നു. എന്നാൽ പാകിസ്ഥാന്റെ കിരാന കുന്നുകളെ ഒറ്റയടിക്ക് തകർക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ ബങ്കർ ബസ്റ്ററിനേക്കാൾ കൂടുതൽ അപകടകരമായ ഒരു മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിലെ വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്. അഗ്നി 5ന്റെ ഒരു പുതിയ പരമ്പരാഗത വകഭേദം വികസിപ്പിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ ഇപ്പോൾ. 7.5 ടൺ ഭാരമുള്ള വാർഹെഡ് വഹിക്കുന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക താവളങ്ങളെ, ബങ്കറുകളെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ സാധിക്കുന്ന അപകടകരമായ മിസൈൽ ഇന്ത്യ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 7.5 ടൺ ഭാരമുള്ള ഭീമൻ വാർഹെഡ് വഹിക്കുന്ന അഗ്നി 5 ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ, അതായത് ICBMന്റെ ഒരു പരമ്പരാഗത വകഭേദത്തിന്റെ പ്രാഥമിക വികസനത്തിന് ഇന്ത്യ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ തന്ത്രപരമായി വികസിപ്പിക്കുന്നതിലും ആണവശേഷിയുള്ള അഗ്നി 5 പ്ലാറ്റ്ഫോമിനെ പരമ്പരാഗത യുദ്ധത്തിനായി പൊരുത്തപ്പെടുത്തുന്നതിലും ഈ അഭിലാഷ പദ്ധതി ഇപ്പോൾ ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോഴുള്ള അഗ്നി 5 ഏകദേശം 5000 കിലോമീറ്ററിലധികമാണ് ദൂരപരിധി. എന്നാൽ ഇനിയിപ്പോൾ വികസിപ്പിക്കാൻ പോകുന്ന വകഭേദത്തിന് ഏകദേശം ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 2000 മുതൽ 2500 കിലോമീറ്ററായി പരിമിതപ്പെടുത്തും എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതായത് ഇതിന് 7.5 ടൺ ഭാരമുള്ള വാർഹെഡ് ഉള്ളതുകൊണ്ട് ഈ പുതിയ വകഭേദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 2000 മുതൽ 2500 കിലോമീറ്ററായി പരിമിതപ്പെടുത്തും. അതായത് ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇൻഡോ പസഫിക്കിന്റെ സുരക്ഷയാണ്. ഇൻഡോ പസഫിക്കിൽ ഉയർന്ന ആഘാതമുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള തന്ത്രപരമായി ആവശ്യമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ദൂരത്തെക്കാൾ കൂടുതൽ പേലോഡ് ശേഷിക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇതേ രീതിയിലുള്ള ഒരു ഡിസൈൻ ഇപ്പോൾ ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്ത അഗ്നി 5 നൂതന നാവിഗേഷനും കൃത്യതയ്ക്കും പേരുകേട്ട 3 ഘട്ടങ്ങളിലുള്ള കര ഇന്ധന മിസൈലാണ്. ഇനിയിപ്പോൾ വികസിപ്പിക്കാൻ പോകുന്ന പരമ്പരാഗത വകഭേദവും ഈ ഗുണങ്ങളെല്ലാം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ വർദ്ധിച്ച വാർഹെഡ് ഭാരം ഉണ്ടായിരുന്നിട്ടും ഫലപ്രദമായ ലക്ഷ്യമിടൽ ഉറപ്പാക്കുന്നതിന് കൃത്യത മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും. ആണവ പ്രതിരോധത്തിനപ്പുറം മിസൈൽ ശേഷി വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശത്തെയാണ് ഈ അഗ്നി 5 വകഭേദത്തിന്റെ വികസനം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ മിസൈലിന്റെ വകഭേദത്തിൽ 2 വ്യത്യസ്ത വാർഹെഡ് കോൺഫിഗറേഷനുകൾ ഉണ്ടായിരിക്കും. ഓരോന്നും നിർദ്ദിഷ്ട ദൗത്യ പ്രൊഫൈലുകൾക്കായി രൂപകൽപ്പന ചെയ്യുകയും ചെയ്യും. ഇതിൽ ആദ്യത്തേതാണ് എയർബസ്റ്റ് വാർഹെഡ്. വലിയൊരു ഉപരിതല വിസ്തീർണത്തിലുള്ള ഗ്രൗണ്ട് ഇൻസ്റ്റാളേഷനുകൾക്ക് പരമാവധി നാശനഷ്ടം വരുത്തുക എന്നതാണ് ഈ വകഭേദത്തിന്റെ ലക്ഷ്യം. അതായത് ഈ വാർഹെഡ് എന്ന് പറയുന്നത് വായുവിൽ പൊട്ടിത്തെറിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ, സൈനിക ഇൻസ്റ്റാളേഷനുകൾ, മറ്റ് ഉപരിതല ആസ്തികൾ എന്നിവ നശിപ്പിക്കുന്നതിന് ശക്തമായ ഒരു ഷോക്ക് വേവ് അഴിച്ചുവിടുകയും ചെയ്യും. എയർഫീൽഡുകൾ, കമാൻഡ് സെന്ററുകൾ അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ പോലുള്ള ചിതറിക്കിടക്കുന്നതോ ഉറപ്പിച്ചതോ ആയ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള കഴിവാണ് ഇത് നൽകുന്നത്. രണ്ടാമത്തേതാണ് ബങ്കർ ബസ്റ്റർ വാർഹെഡ്. ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വാർഹെഡിന് 80 മുതൽ 100 മീറ്റർ വരെ ആഴത്തിലുള്ള ബങ്കറുകൾ അല്ലെങ്കിൽ കമാൻഡ് സൗകര്യങ്ങൾ പോലുള്ള കനത്ത ഉറപ്പുള്ള ഭൂഗർഭ ഘടനകളെ നശിപ്പിക്കാൻ സാധിക്കും. ബങ്കർ ബസ്റ്റർ വേരിയന്റ് ഇന്ത്യയെ എതിരാളികളുടെ കടുപ്പമേറിയതും മറഞ്ഞിരിക്കുന്നതുമായ ആസ്തികളെ നേരിടാൻ പ്രാപ്തമാക്കും. ഇത് ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ നിർണായക ശേഷിയാണ് ഇന്ത്യക്ക് നൽകുന്നത്. അതായത് ആണവായുധ കേന്ദ്രങ്ങൾ, കമാൻഡ് സെന്ററുകൾ, മറ്റു പ്രധാന ഭൂഗർഭ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ വാർഹെഡിന് കാഠിന്യമുള്ള കോൺക്രീറ്റ്, സ്റ്റീൽ ഘടനകളിലേക്ക് തുളച്ചു കയറാൻ കഴിയും. അതേപോലെ തന്നെ ഈ മിസൈലിന്റെ വിക്ഷേപണ സംവിധാനം നോക്കുകയാണെങ്കിൽ ഈ മിസൈൽ ഒരു കാനിസ്റ്റർ ലോഞ്ച് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഇത് റോഡ് അല്ലെങ്കിൽ റെയിൽ വഴി എളുപ്പത്തിൽ കൊണ്ടുപോകാനും വിന്യസിക്കാനും സാധിക്കും. എല്ലാ കാലാവസ്ഥയിലും ഏത് ഭൂപ്രദേശത്തു നിന്നും ഇത് വിക്ഷേപിക്കാൻ സാധിക്കും. അഗ്നി 5 ഒരു റിംഗ് ലേസർ ഗൈറോസ്കോപ്പും നാവിക് അല്ലെങ്കിൽ GPS അധിഷ്ഠിത നാവിഗേഷൻ സംവിധാനവുമുണ്ട്. ഇത് 10 മീറ്ററിൽ താഴെ പോലും കൃത്യമായ ഒരു കൃത്യതയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൃത്യത ഇതിനെ വളരെ മാരകമാക്കുന്നു. അതേപോലെ തന്നെ ഈ മിസൈലിൽ ഭാരം കുറഞ്ഞ സംയുക്ത മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഭാരം 20% കുറയാനും സാധിക്കും. ദൂരപരിധി വർദ്ധിപ്പിക്കാൻ ഇതിനെ സഹായിക്കും. അതേപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഈ മിസൈലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ മിസൈലിനെ മാക് 24 വേഗതയിൽ പറക്കാൻ കഴിയും. ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകൾ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു. ഈ മിസൈൽ ഇപ്പോൾ നിലവിൽ വികസനത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. DRDO ഡിസൈൻ, എഞ്ചിനീയറിംഗ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഇതിന്റെ ആദ്യ പരീക്ഷണം ഇതുവരെ
നടത്തിയിട്ടില്ല. അഗ്നി 5ന്റെ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ വകഭേദം വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ചിരുന്നു, MIRV ടെക്നോളജി. അതുകൊണ്ട് തന്നെ ഈ പുതിയ സാങ്കേതിക വിദ്യ ഇപ്പോഴുണ്ടാക്കുന്ന ഈ പരമ്പരാഗത പതിപ്പിലും ഉപയോഗിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ഈ മിസൈലിന്റെ ഈ പുതിയ വകഭേദത്തിന്റെ ഒരു വികസനം എന്ന് പറയുന്നത് പാകിസ്ഥാനിലും ചൈനയിലുമെല്ലാം വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാനെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ 2000 മുതൽ 2500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിനെ പാകിസ്ഥാനെ മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ബങ്കർ ബസ്റ്റർ വാർഹെഡിനെ കിരാന കുന്നുകൾ പോലുള്ള പാകിസ്ഥാന്റെ ഭൂഗർഭ ആണവ സ്റ്റേഷനുകൾ നശിപ്പിക്കാൻ കഴിയും. അതേപോലെ ഈ മിസൈൽ ഉപയോഗിക്കുന്ന എയർബസ്റ്റ് വാർഹെഡുകൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ പെഷവാർ, കറാച്ചി, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ സൈനിക വ്യോമ താവളങ്ങൾ പോലുള്ള പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളെ ഇന്ത്യക്ക് പ്രവർത്തനരഹിതമാക്കാനും അതുവഴി വ്യോമസേനയെ ദുർബലപ്പെടുത്താനും സാധിക്കും. ഏത് ആക്രമണത്തിനും ഇന്ത്യ തയ്യാറാണ് എന്നുള്ള ഒരു മറുപടി സന്ദേശമാണ് ഈ മിസൈലിന്റെ വികസനത്തിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് നൽകുന്നത്. കിരാന കുന്നുകളുടെ പ്രവേശന കവാടം നശിപ്പിക്കുക മാത്രമല്ല, അതിനപ്പുറം പൂർണ്ണമായും കിരാന കുന്നിനെ നാശം വരുത്താൻ ഈ മിസൈലിന് സാധിക്കും. അതേപോലെ തന്നെ LACക്ക് സമീപമുള്ള കമാൻഡ് സെന്ററുകൾ അല്ലെങ്കിൽ മിസൈൽ ഡിപ്പോകൾ പോലുള്ള ഭൂഗർഭ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ, ചൈനയുടെ ഭൂഗർഭ ലക്ഷ്യങ്ങളെ നശിപ്പിക്കാൻ ഈ ബങ്കർ ബസ്റ്റർ വാർഹെഡിന് സാധിക്കും. 8000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ICBM ആയിട്ടാണ് ചൈന അഗ്നി 5നെ കണക്കാക്കുന്നത്. അതേസമയം ചൈനയുടെ DF-41 മിസൈലും ഇതിന് ഏകദേശം 12000 മുതൽ 15000 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി. അതേപോലെ തന്നെ ചൈനയുടെ തന്നെ DF-17 ഹൈപ്പർസോണിക് മിസൈലും ഇന്ത്യക്ക് ഒരു പുതിയ വെല്ലുവിളിയാണ്. ഈ പുതിയ അഗ്നി 5 പതിപ്പ് എത്തുന്നതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ചൈനയുമായുള്ള ആയുധ മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. 7.5 ടൺ ഭാരമുള്ള ഈ വാർഹെഡ് അമേരിക്കയുടെ GBU-57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്ററിനേക്കാൾ 3 ഇരട്ടി ഭാരമുള്ളതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത മിസൈലുകൾ ഒന്നാക്കി ഇതിനെ മാറ്റുന്നു. 10 മീറ്ററിൽ വരെ താഴെയുള്ള ഇതിന്റെ CEP ഉള്ളത് കൊണ്ട് തന്നെ ഈ മിസൈൽ വളരെയധികം കൃത്യതയുള്ളതാണ്. ഇത് ചെറുതും ശക്തവുമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ പ്രാപ്തമാക്കുന്നു. എയർബസ്റ്റ് വാർഹെഡ് ഒരു വലിയ പ്രദേശത്തെ പ്രഹരിക്കുമ്പോൾ അതേസമയം തന്നെ ബങ്കർ ബസ്റ്റർ ഭൂഗർഭ ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിൽ വിദഗ്ധമാണ്. ഈ മിസൈലിന്റെ വികസനം ഇപ്പോൾ പാകിസ്ഥാനുമായും ചൈനയുമായുമുള്ള ആയുധ മത്സരം കൂടുതൽ ശക്തമാക്കും. ചൈനയുടെ DF-41ഉം പാകിസ്ഥാന്റെ അബാബ് മിസൈലുകളുമെല്ലാം ഇതിനകം തന്നെ ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയാണ്. എന്നാൽ ഈ മിസൈലിന്റെ പൂർണ്ണ ശ്രേണി പരീക്ഷണം കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്കയുണ്ടാക്കും. അതേപോലെ തന്നെ 8000 മുതൽ 12000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 6ലും DRDO പ്രവർത്തിക്കുന്നുണ്ട്. 10 MIRV വാർഹെഡുകൾ വഹിക്കാൻ ഇതിന് സാധിക്കും. ആഗോളതലത്തിൽ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ മിസൈൽ സഹായിക്കും. അതേപോലെ തന്നെ K4, K15 സാഗരിക പോലുള്ള അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളിലും ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കും. 7.5 ടൺ ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ വേണ്ടി ഇതിന്റെ റോക്കറ്റ് മോട്ടോറും മെറ്റീരിയലും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതുൾപ്പെടെ മിസൈൽ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഏകദേശം അഗ്നി 5ന്റെ വികസനത്തിനായി ഇതിനകം തന്നെ 2500 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇപ്പോൾ ഈ പുതിയ മിസൈലിന്റെ വകഭേദത്തിന് ഇതിൽ കൂടുതൽ ധനസഹായം ആവശ്യമായി വരും. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിലെ വിപ്ലവകരമായ ഒരു ചുവടുവയ്പായിരിക്കും അഗ്നി 5ന്റെ പുതിയ പരമ്പരാഗത വകഭേദം. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.